നമസ്കാരം. ദ കോമൺ റൂം ബൈ കുര്യൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പാട്രിയറ്റ് എന്ന മൂവിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്നലെ റിലീസായുള്ള മൂവി. അപ്പോൾ ഞാൻ കണ്ടിട്ട് എന്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഒരു മൂവി. നമ്മൾ പണ്ട് 2020 സിനിമയൊക്കെ കണ്ട പോലെ അത്രയും കണ്ട് നമ്മളെ ആവേശം കൊള്ളിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായി രോമാഞ്ചം കൊള്ളിക്കുന്ന അങ്ങനത്തെ രീതിയിലുള്ള ഒരു പടമല്ല. അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ ഇനിയും സിനിമ കാണാത്തോ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ആയിട്ട് പോകണ്ട. പക്ഷെ വളരെ ഇൻവോൾവിംഗ് ആയിട്ട് നമ്മൾ ഒത്തിരി ആ സിനിമയിലേക്ക്, സിനിമയുടെ കഥയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി നമുക്ക് ഒത്തിരി ഇൻവോൾവിംഗ് ആയിട്ട് തോന്നുകയും വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മൂവിയാണ് പാട്രിയറ്റ് എന്ന് പറയുന്നത്. വളരെ സ്റ്റാർ സ്റ്റഡഡ് മൂവിയാണ്. പക്ഷെ ഒരിക്കൽ പോലും ആ സ്റ്റോറിയിൽ എവിടെയും ആ സ്റ്റാർസിന്റെ ഒരു ഓവർ ഷൈനിങ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ക്യാരക്ടേഴ്സിനെയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. വളരെ വളരെ നല്ല ഒരു മൂവി മേക്കിംഗ് ആണ് ഈ സിനിമ മഹേഷ് നാരായണൻ ചെയ്തിരിക്കുന്നത്. വളരെ നല്ലൊരു മേക്കിംഗ് ആണ്. അടിപൊളിയായിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ കളർ ഗ്രേഡിങ്, എഡിറ്റിംഗ്, സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്, ഇതെല്ലാം ഗംഭീരമാണ്. പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ആ കളർ ഗ്രേഡിങ്ങും അതുപോലെ തന്നെ എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മൂവിക്ക് ആക്ച്വലി നമ്മൾ നോർമലി മലയാളം സിനിമയിൽ കണ്ടുവരാത്ത രീതിയിൽ നിന്ന് കുറച്ചുകൂടി എവിടെയൊക്കെയോ എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഹോളിവുഡ് സ്റ്റൈൽ പോലത്തെ ഒരു മേക്കിംഗ് ഒക്കെ ഫീൽ ചെയ്തിരുന്നു. അതുപോലെ തന്നെ സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരിക്കലും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒരുപാട് ട്വിസ്റ്റുകൾ അങ്ങനെയൊക്കെ വെച്ച് നമുക്കൊട്ടും എന്താ പറയാ, അങ്ങനത്തെ രീതിയിലുള്ള സ്റ്റോറി ഒന്നുമല്ല. ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. ഒരു ഇൻസിഡന്റ് ആണ്. ആ ഒരു ഇൻസിഡന്റിനെ പണ്ടൊക്കെ നമ്മൾ മലയാള സിനിമയിൽ പണ്ട് കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഒരു കഥ അല്ലെങ്കിൽ ഒരു കാര്യം, ആ ഒരു കാര്യം 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിന്റെ സിനിമയിൽ പറഞ്ഞു തീർക്കുന്നു. അതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ അതിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ ആ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ, അങ്ങനത്തെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നതാണ് നമുക്ക് നേരത്തെ പണ്ട് മലയാള സിനിമകളിൽ. അതേപോലെ തന്നെയാണ് ഇപ്പൊ പാട്രിയറ്റിലും വന്നിരിക്കുന്നത്. ഒരു സംഭവം, ഒരൊറ്റ സംഭവം, അതിനെ വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു നല്ല മൂവിയാണ്. എല്ലാവരും പോയി കാണാം, എല്ലാവരും എൻജോയ് ചെയ്യും. പിന്നെ നമ്മുടെ സ്റ്റാർസ്, ബിഗ് ഗെയിംസ് ഓഫ് മലയാളം, അവരുള്ളത് കൊണ്ട് അവരിങ്ങനെ ഓവർ ഷൈൻ ചെയ്ത് നിൽക്കുന്നു അങ്ങനെയൊന്നും അല്ല. പെർഫോമൻസ് അടിപൊളിയാണ് എല്ലാവരുടെയും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ആരെയും കവച്ചു വെക്കുന്നു, അല്ലെങ്കിൽ ആരെ ഓവർടേക്ക് ചെയ്ത്, അല്ലെങ്കിൽ ആരെങ്കിലും താഴെ. പിന്നെ നമ്മൾ കണ്ട് 2020 കണ്ട പോലെ ഒരാളൊരു ഡയലോഗ് പറയുമ്പോൾ അതിന് മറു ഡയലോഗ് അടുത്തയാളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും അല്ല. സിനിമ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ആ സ്റ്റോറി എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ പ്രത്യേകം പറയേണ്ട, ഈ സിനിമയിൽ വന്നു പോയിരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സ്, അതായത് ഒരു ചെറിയ റോളിലാണെങ്കിലും ആരെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ആരും തന്നെ ഒട്ടും താഴെയുമല്ല, ആരും ഒട്ടും മോശമല്ല. അടിപൊളിയായിട്ട് തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളിലേക്കും ഇത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. നിങ്ങളും പോയി കാണുക, തിയേറ്ററിൽ പോയി കാണുക, സിനിമ എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.